കനത്ത ചൂടാണ്. കനത്ത ചൂടിനിടെ സംസ്ഥാനത്ത് ഇന്നും വ്യാപകമായി വേനൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചെറിയൊരാശ്വാസമായില്ലേ? എന്തൊരു ചൂട്, പുഴുക്കുന്ന ചൂടാണ് എന്നാണ് പറയുന്നത്. ആ ചൂടിനിടയിൽ ആശ്വാസമായി ചെറിയ വേനൽ മഴ വരുന്നു. ശനിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഗോപാൽ ശിലാസനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, വെരി ഗുഡ് മോർണിംഗ് ഗോപാൽ. ചുട്ടിട്ട് പുഴുത്തിട്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ രീതിയിലാണ് ചൂടുള്ളത്. പ്രത്യേകിച്ച് ഈ ഈർപ്പം കൂടി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ആശ്വാസമായി വേനൽ മഴയുണ്ട്. ഇന്നും കൂടി നല്ല വേനൽ മഴ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണോ സാധ്യത? കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മഴ വല്ലതും പെയ്യോ ഗോപാലെ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഈ മഴ പെയ്യും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം അത്രയധികം ചൂടും അത്രയധികം വേനലുമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് താണ്ടേണ്ടി വന്നത്. ആ ഘട്ടത്തിൽ കഴിഞ്ഞ 2 ദിവസമായി താരതമ്യേന കുറഞ്ഞ തോതിലെങ്കിലും വേനൽ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് പ്രകാരം മെയ് 2-ാം തീയതി വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്നത്തെ ദിവസം യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. നാളെ പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും മറ്റന്നാൾ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, വയനാട് എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രവചിക്കപ്പെടുന്നത്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. മഴ മാത്രമല്ല, അതിവേഗത്തിൽ വീശുന്ന കാറ്റും അതിനോടൊപ്പം ഇടിമിന്നലിൻ്റെയും സാധ്യതകൾ കൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. തീരദേശ മേഖലയിലൊക്കെ താമസിക്കുന്നവർ അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗത്തിൽ ഈ വരുന്ന ദിവസങ്ങളിൽ, അതായത് മെയ് 2 വരെയുള്ള തീയതികളിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരപ്രദേശത്ത് താമസിക്കുന്നവരും മത്സ്യബന്ധനത്തിന് പോകുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇടിമിന്നലുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശമാണ് മറ്റൊന്ന്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിലായി ഇടിമിന്നലേറ്റുള്ള മരണങ്ങൾ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ തുറസായ സ്ഥലങ്ങളിലേക്ക് പോകുന്നവരും ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നവരും എല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ കൃത്യമായി ജാഗ്രത പാലിച്ചുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനെന്ന ഒരു നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നു. താങ്ക് യു. ഗോപാൽ ശിലാസനിലാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ഗോപാൽ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശനിയാഴ്ച വരെ മഴ മുന്നറിയിപ്പുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടിമിന്നൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ കൊച്ചിയിൽ അത്താണിക്കടുത്ത് ഇടിമിന്നലേറ്റ് ഒരു തെങ്ങിന് തീപിടിച്ച ചിത്രം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അതുകൊണ്ട് വലിയ കനത്ത ഇടിയായിരിക്കും വരാൻ സാധ്യതയുള്ളത്. മിന്നലാണ് വരാൻ സാധ്യതയുള്ളത്. പലപ്പോഴും നമ്മൾ ഇടിയെന്നാണ് പറയുന്നത്. ഇടി കേട്ടാൽ നിങ്ങൾ ആശ്വസിച്ചോളൂ, നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ രക്ഷപ്പെട്ടു, ഭാഗ്യവാനാണ്. മിന്നലാണല്ലോ നമ്മൾ ഭയക്കേണ്ടത്. പലപ്പോഴും തെറ്റിദ്ധാരണ കൊണ്ട് ഇടിക്ക് നമ്മൾ ഞെട്ടലേൽക്കുകയും മിന്നലിനെ സംബന്ധിച്ച് നമ്മൾ ഞെട്ട് വരുമ്പോഴേക്ക് ഇടി വരും. അതാണ്.